ഒരു യജമാന്റെ പറഞ്ഞ പിതാവ് തന്റെ മകനോട് പോയി മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്ത പിന്നെ ഞാൻ ചെയ്യില്ലേ പോയില്ല. അങ്ങനത്തെ ആൾക്കാരാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ കേരളത്തില് 15,000-ഓളം കിഡ്നി രോഗികൾ ഇന്ന് ഒരു കിഡ്നിക്ക് വേണ്ടി കാത്തിരിക്കുക. 15,000. ഈ ഭാരതത്തില് 10 ലക്ഷം പേരാണ് അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. മാരകമായ രോഗങ്ങൾ മനുഷ്യനെ ഗ്രസിച്ചു കഴിയും. ഈ ലോകത്തിലെ പ്രമേഹത്തിന്റെ ഡയബറ്റീസിന്റെ ക്യാപിറ്റൽ ഭാരതമാണ്. അതിലേറ്റവും കൂടുതലുള്ളത് കേരളമാണ്. നമ്മുടെ ജീവിത രീതി, ഭക്ഷണ രീതി നമ്മളെ നിത്യരോഗികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ എന്ത് പറഞ്ഞാലും അതൊന്നും ആൾക്കാരുടെ കേറാത്ത അവസ്ഥയാണ്. ഇപ്പോ അടിച്ചു പൊളിച്ചിട്ട് ഇരിച്ച പിന്നെ രോഗങ്ങളല്ലേ നിങ്ങളെ കാപ്പാച്ച പ്രമേഹം 10 പേരെ ഈ പള്ളിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അതിൽ 4 പേർക്ക് പ്രമേഹം ഉണ്ടാവും. അതേ രീതിയിലാണ് ഇത് കേൾക്കുമ്പോൾ ഇരിക്കുന്ന പ്രമേഹ രോഗികളൊന്നും ഭയപ്പെടുകയോ വിയർക്കുകയോ ഒന്നും വേണ്ട. പ്രമേഹം വന്നാൽ കിഡ്നി, കണ്ണ്, ഹാർട്ട് ഒറ്റ വെടിക്ക് 3 പക്ഷി എന്ന് പറഞ്ഞ പോലെ വെടിവെച്ച് വീഴും. ഈ പ്രമേഹം രോഗം ചെക്ക് ചെയ്യാൻ പോലെ ആൾക്കാരെ ശ്രദ്ധിക്കുന്നില്ല. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ ഭക്ഷണ ധ്യാനം നടക്കേണ്ട തൃശ്ശൂർ അടുത്ത ആഴ്ച ഞാൻ പിതാവിന് ദയവ് ചെയ്ത എല്ലാ അച്ഛന്മാർക്കും ഫ്രീ ആയിട്ടൊരു ചെക്കപ്പ്. എന്തോരം ഷുഗർ ഉണ്ടെന്നൊന്ന് നോക്കിക്കൂടെ? ആ ഷുഗർ എന്തോരുണ്ട്? ദൈവമേ 500 300 ഷുഗറൊക്കെ വെച്ചിട്ടാ നടക്കുന്നത്. ഇതൊക്കെ എന്തുണ്ടാകുന്നു? നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ഈ ശരീരം ഇത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ഇതിന് രോഗം വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇഷ്ടവും സ്നേഹമൊന്നും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭർത്താവിനും കുട്ടികൾക്കൊന്നും തമിഴണ്ട. തളർവാദം കിടന്നിരുന്ന ഭാര്യയെ ഭർത്താവ് കൊക്കയിലെടുത്തിട്ടത് പെല്ല് തപ്പിക്കൊണ്ടിരിക്കുക. ഇതാണ് തപ്പിക്കൊണ്ടിരിക്കുക. കാരണം രോഗപ്രയാസം വരുമ്പോ ഭാര്യ പോകും, ഭർത്താവ് പോകും. കിഡ്നി രോഗികളുടെ കുടുംബങ്ങളിലെ താമസിച്ച വ്യക്തിയാണ് ഞാൻ. കാസർഗോഡ് തിരുവനന്തപുരം യാത്ര ചെയ്യും. ഇവരുടെ വേദന നേരിട്ട് കാണാൻ വേണ്ടി കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം 2 യാത്രകൾ നടത്തി അവരുടെ വീടുകളിലാണ് ഞാൻ കിടന്നുറങ്ങിയത്. എന്തിനാണ്? മുസ്ലിം ഹിന്ദു കുടുംബങ്ങളിലാണ് ഞാൻ കിടന്നുറങ്ങിയത്. അവിടുത്തെ വിഷമതകളൊന്നറിയാം. അതുകൊണ്ടായി ലോകം മുഴുവനും ഈ രോഗികൾക്ക് ജീവിതത്തിൽ 10 പൈസയുടെ ചെലവില്ലാതെ ജീവിതം കൊടുക്കാൻ പറ്റുമെന്ന് സമൂഹത്തിനോട് പറയാൻ ഞാൻ നടക്കുന്നു. ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞു, ഫാദറെ എനിക്ക് കൊതിയാവും. എന്തിനാണ്? മൂത്രമൊഴിക്കാൻ. 12 വർഷമായി അദ്ദേഹം മൂത്രമൊഴിച്ചിട്ട് നമുക്കൊന്നത് പറഞ്ഞാൽ ഗ്രഹിക്കില്ല. മൂത്രമൊഴിക്കാൻ മതി. ഇതിന് മൂത്രമൊഴിക്കാൻ മതി. ഈ രോഗം വന്നാൽ യൂറിനില്ല. മറ്റൊരു വീട്ടിൽ ചെന്നപ്പോ മകള് പറഞ്ഞു, ഫാദറെ അപ്പനോടൊന്നും പറയാം, അപ്പം വെള്ളം കണ്ടു കുടിക്കുക. വേറെ പല സാധനങ്ങളൊക്കെ കക്ക, അപ്പന്റെ പോക്കറ്റിൽ കാശ് കിട്ടും, അല്ലെങ്കിൽ വേറെ പല സാധനങ്ങളൊക്കെ കക്കല്. ഈ അപ്പൻ കക്കുന്നത് വെള്ളം രാത്രി എല്ലാവരും കിടന്നിറങ്ങുമ്പോ മതത്തിൽ എടുത്തു പോയിട്ട് അടുക്കളയിൽ വെള്ളം എടുത്ത് കുടിക്കും. 2 ഗ്ലാസ് വെള്ളം ഒരു ദിവസം രോഗിക്ക് കുടിക്കാൻ പറ്റുള്ളൂ. അതിനേക്കാൾ കൂടുതൽ കുടിച്ചാൽ ശ്വാസം കിട്ടിക്കുക, നേരെ ഐസിയുവിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെയുള്ള മനുഷ്യരാണ് ഈ കേരളത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ വരും. അപ്പൊ ആ വേദനകൾ, ദുഃഖങ്ങൾ കാണുമ്പോ എന്താ പറഞ്ഞത്? ഞാൻ രോഗിയായിരുന്നു, എനിക്ക് തന്നോ എന്ന് ചോദിക്കുമ്പോൾ ആരാണ് പ്രിയമുള്ളവരാ രോഗി? വഴിയിൽ കിടന്ന മനുഷ്യൻ ആരാണ്? ആ പുരോഹിത വഴിക്ക് പോയി. അത് വായിക്കുന്ന സമയത്ത് പള്ളിയിലെ എല്ലാ പള്ളിയിലുള്ള ആൾക്കാർക്ക് സന്തോഷമുള്ള സുവിശേഷമാണ് സമരക്കാർക്കുമാണ്. അത് അച്ഛനെ വായിക്കുമ്പോ പള്ളിയിലെ ആൾക്കാരൊക്കെ അപ്പോൾ ആ വഴിക്ക് പുരോഹിതൻ വന്നു. ആ വഴി കൂടെ വന്നു, ഈ വഴി കൂടെ പോയി. പിന്നെ ഞങ്ങളോട് പറഞ്ഞ സുവിശേഷം പറയണ്ട എന്നല്ല, സുവിശേഷക്കാരി അച്ഛന്മാരെ കേട്ടത് ഞാൻ പറയില്ല അച്ഛനല്ല. കാരണം തൃശ്ശൂർ ഈ വഴി കിടക്കുന്ന മനുഷ്യരുടെ ഈ അവസ്ഥ കണ്ട് 14 വർഷം മുമ്പ് ഞാൻ കളക്ടറോട് സാറേ ഈ വഴി കിടന്ന മനുഷ്യൻ പറ്റിയത് നമ്മൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുടെ ഇവിടെ അവർക്ക് വേണ്ടി ഒരു സംവിധാനം, ആക്സിഡന്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസ് ഒരു സംഘടന ഉണ്ടാക്കണം. ആംബുലൻസ് അവരുടെ ആശുപത്രിയിൽ എത്തിക്കണം. അന്ന് അൽകേഷ് കുമാർ സാർ കളക്ടറായിരുന്നു. കളക്ടർ നല്ല കാര്യമാണ്, നമുക്ക് ചെയ്യാം. ഇന്ന് 50,000 അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് ആക്സ് എന്ന് പറയുന്ന സംഘടന. 14 ആംബുലൻസുകൾ തൃശ്ശൂർ ജില്ലയിലുണ്ട്. രാത്രി പകലും എപ്പോ ആക്സിഡന്റ് എവിടെ കണ്ടാലും 109 വിളിച്ചാൽ ആംബുലൻസ് വന്ന് ആശുപത്രിയിലെത്തിക്കും ഫ്രീ ആയിട്ട്. 3 ലക്ഷത്തോളം പേര് ഈ 14 വർഷം കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചേരും. അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോ ഞാൻ പറയും, ഞാൻ ആക്സിഡന്റ്. സഹോദരങ്ങളെ,
ഈ സുവിശേഷത്തിലെ എല്ലാ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റും. തയ്യാറാക്കണം, കൊടുക്കാൻ, സഹിക്കാൻ. നമ്മൾ തയ്യാറാകുമ്പോഴാണ് പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം, ആ സ്നേഹം നമ്മൾ കത്തിയിരിക്കുമ്പോഴാണ് ജീവിക്കാൻ ആവേശം ഉണ്ടാകുക. ഇതിന്റെ ജീവിക്കാനുള്ള ആവേശം പോയ മനുഷ്യരാ. എന്തിനാ ജീവിക്കണേ? ആരുടെ ജീവിക്കണേ? ഞങ്ങൾ ഈ വീട് സന്ദർശനമൊക്കെ പോകുമ്പോ വീടിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഒരു ചേട്ടൻ ഒരു ചാരക സൈനിക എടുക്കുന്നുണ്ട്. എന്താ പോലെയുള്ള വിശേഷം? അങ്ങോട്ട് ചെല്ല്, അങ്ങോട്ട് ചെല്ല്. എന്റെ നമുക്കൊന്നും പറയാനൊന്നുമില്ല, പറയുന്ന ആൾക്കാരൊക്കെ ഇവരോടൊക്കെ എന്ത് പറയാനാ? അങ്ങനെ പ്രായമാകുമ്പോൾ നിരാശരാകേണ്ടവരല്ലേ നമ്മൾ. പ്രായമായ പത്രോസ്ലിഹായെ ഓർക്കുക. പ്രായമായ പത്രോസ്ലിഹ നിരാശപ്പെട്ടില്ല. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു. പ്രായമായപ്പോൾ പറഞ്ഞില്ലേ, നിന്റെ കൈ പിടിക്കും, നിനക്ക് ഇഷ്ടമില്ലാത്ത മുഖത്തേക്ക് അവർ നിന്നെ കൊണ്ടുപോകും. കൊണ്ടുപോകട്ടെ. പത്രോസ്ലിഹയ്ക്ക് നിരാശയുണ്ടായില്ല. പത്രോസ്ലിഹ പറഞ്ഞു, എപ്പോഴൊക്കെയോടെ കൊണ്ടോ നിന്നെ കുരിശിൽ തറച്ചു കൊല്ലാൻ പോണം. പ്രായമായ പത്രോസ്ലിഹായെ, നീ മാപ്പാപ്പയല്ലേ? അവൻ കുരിശിൽ തറച്ചു കൊല്ലാൻ പോണം. ഒരു വർഷം കൊല്ലി. എന്ത് ഒരു കാര്യം ചെയ്യേ, എന്റെ ഗുരുവിനെ തറച്ചത് പോലെ കൊല്ലരുത്. എന്റെ തലമുണ്ടല്ല, തലക്കേക്ക് കൊണ്ടാക്കും. എന്താ കാരണം? 3 വർഷം തള്ളി പറഞ്ഞാൽ എനിക്ക് അങ്ങനെയെങ്കിലും ഒരു പരിഹാരം ചെയ്യണം. നിരാശ കൊണ്ട് പറഞ്ഞതല്ല, സന്തോഷം കൊണ്ട് പറഞ്ഞതാ, അഭിമാനം കൊണ്ട് പറഞ്ഞതാ. അങ്ങനെയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ക്രൈസ്തവരായി നമുക്ക് നൽകി കൈ വെച്ച് തരുന്നില്ലേ? കുർബാന സ്വീകരിക്കുമ്പോൾ ഓർത്തോളൂ, ഈ കൈ വെച്ച് തരുന്നത് ജീവനുള്ള യേശു ക്രിസ്തുവിന്റെ മാംസം. ഇത് കയ്യിൽ ഭക്ഷിക്കുമ്പോ ആ മാംസത്തിന്റെ, ആ ആത്മാവിന്റെ, ആ സ്നേഹത്തിന്റെ ജീവനത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ കെട്ടാൻ വെച്ച് തരുന്നത്. This is my body. This is my body. ഈ ലോകത്തില് സ്വന്തം ശരീരം കുറിച്ച് തന്ന് നമ്മെ സ്നേഹിച്ച കർത്താവിനെ മരിച്ചു പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ശരീരം, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഇതാ എന്റെ ശരീരത്തിലെ ഹൃദയവും കണ്ണും കരളും കിഡ്നികളും ലങ്സും എല്ലും മജ്ജയും തൊലിയടക്കം കൊണ്ടുപോയി നിങ്ങൾ ജീവിക്കലിൽ എന്റെ വേണ്ടി ചെയ്യുന്നത്. 10:10 യോഹന്നാൻ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാൻ, അത് സമൃദ്ധമായി നൽകാൻ. എന്റെ ശരീരം ഞാൻ നിങ്ങൾക്കായി തരും. ആദ്യത്തെ ട്രാൻസ്പ്ലാന്റേഷൻ എന്നെ ബാംഗ്ലൂർക്ക് വിളിച്ചിരുന്നു. അവിടെ ടാങ്കർ ഫൗണ്ടേഷൻ ഉണ്ട്. ഈ അവയവദാനത്തിന് ചെന്നൈയിലെ നേതൃത്വം കൊടുക്കുന്നതാണ് ടാങ്കർ ഫൗണ്ടേഷൻ. അവർ വിളിച്ചിട്ട് കത്തോലിക്ക സഭയിൽ എങ്ങനെയാണ് ഈ അവയവദാനത്തിന്റെ വീക്ഷണം എന്താണ്? എന്നെ അതിനെ ക്ഷണിച്ചിരുന്നു. അപ്പൊ എല്ലാ മതസ്ഥരും ഉടക്കിയിട്ടുണ്ട്, സാമിമാരെ മൗലവിമാരെ. ഞാൻ പറഞ്ഞു, ഇതെടുക്കുക, ബൈബിൾ എടുക്കുക, ആദ്യത്തെ പുസ്തകം തുറക്കുക, ഈ ഉൽപ്പത്തിയുടെ പുസ്തകം, അതിൽ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം ആദത്തിന്റെ എല്ല് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. എവിടേക്ക്? ഭൗമിലേക്ക്. എന്നിട്ടാണ് ആദ്യത്തെ സ്ത്രീയെ ഉണ്ടാക്കിയത്. അപ്പൊ ബോൺ ട്രാൻസ്പ്ലാന്റേഷനോട് കൂടിയിട്ടാണ് ഈ ബൈബിള് തന്നെ ആരംഭിക്കുന്നത്. പർദീസായി വെച്ചിട്ട് തന്നെ എല്ല് മാറ്റി വെച്ചു. ഏത്? കിഡ്നി മാറ്റി വെച്ച പോലെ എല്ല് മാറ്റി വെച്ചിട്ടാണ് അവയെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി യേശു ക്രിസ്തു ലോകത്ത് പോണ സമയത്തോ ഇതെന്റെ ശരീരമാണ്. അപ്പൊ ഈ ജീവിതത്തില് ക്രൈസ്തവന്റെ മാർപ്പാപ്പ ബെനഡിക്ട് 16, ജോൺ പോൾ 2, ഇവരൊക്കെ ഓർഗൻ ഡോണർ കാർഡ് ഹോൾഡേഴ്സ് മാർപ്പാപ്പ എത്തിയിട്ടുള്ളൂ. ഇവരൊക്കെ ഈ അവയവദാനത്തെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചവരാണ്. പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ ജനങ്ങള് ഭയാശങ്കകളാണ് പറയുന്നത്. ചിലർ ചിന്തിക്കും, മരിച്ചു കഴിയുമ്പോൾ ഏത് ശരീരത്തോടു കൂടെയാണ് നമ്മൾ ഉയർത്തുക? ഒന്ന് വായിച്ചു പോയിട്ട് കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 15-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ 1:15-35 വായിക്കണം. മരിച്ചവർ ഏത് ശരീരത്തോടു കൂടെയാണ് ഉയർത്തെഴുന്നേൽക്കുക? അതാണ് അന്നത്തെ ചോദ്യം. എന്ന് നിങ്ങളോട് പലരും ചോദിച്ചേക്കാം. ലേഖനം വായിക്കുന്നത് അവർക്ക് തെറ്റാണ്. വിഡ്ഢിയായ മനുഷ്യ എന്നാണ് പൗലോസ് പറയുന്നത്. വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്ന വസ്തുവല്ല മുളയ്ക്കുന്നത്. നീ ഗോതമ്പ് മണിയാണ് വിതയ്ക്കുന്നത്. മുളയ്ക്കുന്നത് ഗോതമ്പ് മണി അല്ല, മറ്റൊരു ചെടിയാണ്. മനുഷ്യന് ഒരു ശരീരം, മൃഗങ്ങൾക്കൊരു ശരീരം, മത്സ്യങ്ങൾക്കൊരു ശരീരം, വൃക്ഷങ്ങൾക്കൊരു ശരീരം, സൂര്യനൊരു തേജസ്, ചന്ദ്രനൊരു തേജസ്. ഭൗതിക ശരീരമുണ്ട്, ആത്മീയ ശരീരമുണ്ട്. ഇത്
ഭൗതിക ശരീരം ഈ ജീവിതത്തിന് മാത്രം നൽകിയിട്ടുള്ള ശരീരം. നീ ഉയർത്തെഴുന്നേൽക്കുന്നത് ആത്മീയ ശരീരം. ഞാൻ ഈ മേഖലയിലായിട്ട് ധാരാളം പേര് കത്തുകളൊക്കെ കേട്ടു. അച്ഛൻ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്, ശരിയായിട്ടുള്ള കാര്യമില്ല. സ്വർഗത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് കിഡ്നിയില്ല, കണ്ണില്ല, ഹാർട്ടില്ലാതെ പറയുമെങ്കിൽ ആ പേര് സ്വർഗത്തിൽ ഇങ്ങനെ നടക്കണ്ടാവുന്ന അച്ഛനാണ്. അച്ഛന്റെ തലയിലിടി തീ വീഴുന്ന കണ്ടമാനം കത്തിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ സ്വർഗത്തിന് പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു അച്ഛൻ നടക്കുന്നു. സംഭവം കംപ്ലീറ്റ് ഗലാഗലാവിലെ സ്വർഗത്തില് എന്റെ കിഡ്നി ഇതെന്റെ കണ്ണില്ലാത്ത കണ്ടുമാറുന്നത് സ്വർഗത്തിൽ ഈ കണ്ണ്. ഞാനൊന്ന് ചോദിക്കുന്നത്, മോശ ദൈവത്തെ കണ്ടു, കത്തുന്നും ഉൾപ്പെടുത്തി ആ കണ്ണുകൾ അടച്ചിട്ട് എന്ന് പറഞ്ഞു, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല. ഈ കണ്ണുകൊണ്ട് ദൈവത്തെ കാണുന്നില്ലേ? ഇല്ലല്ലോ. ഈ കണ്ണുകൊണ്ട് നിനക്ക് ദൈവത്തെ ഒരു സൂര്യനെ പോലെ കാണാൻ പറ്റില്ല. പിന്നെ ദൈവത്തെ കാണാൻ പറ്റുന്നത് ഈ കണ്ണല്ല സഹോദര, ജ്വലിക്കുന്ന അഗ്നിനാളുകളെ പോലെ ദൈവത്തിന്റെ മഹത്വത്തെക്കാൾ ഈ കൊച്ചു കണ്ണുകൊണ്ടാണോ? ഈ കണ്ണ് നിനക്ക് ഈ ലോകത്തിന് നന്മ ചെയ്യാൻ ദൈവം തന്നിട്ടുള്ളതാണ്. CHCയുടെ പ്രാർത്ഥന എന്ന് പറയാം, എനിക്ക് കൈകളില്ല, നിങ്ങളുടെ കൈകളാണ് എന്റെ കൈകൾ. ഓഹോ. എനിക്ക് കാലുകളില്ല, നിങ്ങളുടെ കാലിന് എന്റെ കാലിൽ. ഓഹോ. എനിക്ക് കണ്ണില്ല, നിങ്ങളുടെ കണ്ണാണ് എന്റെ കണ്ണ്. ഓ. എനിക്ക് ഹൃദയമില്ല, നിങ്ങളുടെ ഹൃദയമാണ് എന്റെ ഹൃദയം. എനിക്ക് കിഡ്നിയില്ല, അങ്ങനെ എഴുതിയിട്ടില്ല. എന്റെ CHCക്കാരോട് എല്ലാം പറയുന്നത്, എനിക്ക് കിഡ്നിയില്ല, നിങ്ങളുടെ കിഡ്നിയാണ് എന്റെ കിഡ്നി എഴുതിയിട്ടില്ല. കാരണം അന്നത് CHCയുടെ പ്രാർത്ഥനയിൽ കിഡ്നിയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ ജീവിതത്തിൽ നമ്മൾ ഈ ബലി അർപ്പിക്കുന്നത് എന്താണ്? ബലി എന്താണ്? ബലി യേശു ക്രിസ്തു അർപ്പിച്ച ബലി മുറിച്ചെന്ന് പറയുന്നു, ഭക്ഷിക്കലും. ഇതല്ലേ ബലി? ഇപ്പൊ മരിച്ച് ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ ശരീരത്തിൽ അവയവങ്ങൾ കൊടുക്കുന്നത് ബലിയല്ലേ പ്രിയപ്പെട്ടവരെ? വിശുദ്ധ കുർബാന പോലെ ഇതെന്റെ ശരീരം, ഞാനൊരു ആക്സിഡന്റിൽ പെട്ടു, ഞാൻ മരിക്കുകയാണ്. എന്റെ ശരീരം ഈ ലോകത്തിലെ രമണിയുടെയും സാഹിത്യയുടെയും തോമസിന്റെയും ശരീരത്തിലേക്ക് ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ദുഷ്ടരെയും ശിഷ്ടരെയും ഒരുപോലെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ച, ഞാൻ വായിച്ച യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഞാൻ മരിക്കുമ്പോൾ കൊടുക്കൂ എന്റെ ശരീരങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്ന മനുഷ്യൻ എന്താണ് തമ്പുരാനോട് പറയുന്നത്? നിന്റെ വചനം ഞാൻ എന്റെ ജീവിതം കൊണ്ട് ഞാൻ പ്രാവർത്തികമാക്കും. വലിയൊരു ബലിയർപ്പണമാണ്. കുമാരി ജോസ് എന്ന് പറയുന്ന ഒരു സഹോദര വീട്ടിൽ ഞാൻ പോയി അത്താമി. അതിനൊരു 4 മാസം മുമ്പ് അങ്കമാലിയിൽ ഈ അവയവദാന ബോധവൽക്കരണ പരിപാടിയിൽ ഈ ജോസേട്ടൻ ഭാര്യ മക്കളും സംബന്ധിച്ചു അവയവദാന സമർപ്പണം. ആ വീട്ടിലൊരു ഫോൺ കോൾ ഉണ്ട്. അതായത് കുമാരിയുടെ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു. ആ വാർത്ത വെച്ച് ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു. വാർത്ത കുമാരി ഇവിടെ തന്നെ എല്ലാവരും ഫോൺ വിളിച്ച് അറിയിക്കുകയാണ്, നമ്മുടെ റോസലിയുടെ ഭർത്താവ് മരിച്ചു. അവസാനം വിളിച്ചു പറഞ്ഞത് സ്വന്തം ഭർത്താവിനെയാണ്, ജോസ്. ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു. ജോസേന്റെ വീട്ടിൽ വരുമ്പോ വാതിലൊക്കെ തുറക്കാൻ പറ്റില്ല. തുറന്നു നോക്കുമ്പോൾ ആ ഫോണിന്റെ ഇടയ്ക്ക് ഈ ചേച്ചിയോടെ കിടക്കുകയാണ്. ബ്രെയിൻ ഡെത്തായി, ആശുപത്രി കൊണ്ടുപോയി. ലാസ്റ്റ് ഫോൺ വിളിച്ച ഭർത്താവിനെയാണ്, സ്വന്തം സഹോദരിയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം 10 പേരുടെ ഫോൺ വിളിച്ചു. ഇത്രയ്ക്ക് ഉള്ളൂ പ്രിയമുള്ളവർ, ഈ ശരീരത്തിന്റെ ഈ ആയുസ് എന്ന് പറയുന്നത് ഇവിടെ വിചാരം എന്റെ ആയുസ് ഇതൊക്കെ ദൈവം സ്വിച്ച് ഓഫ് ചെയ്താൽ അപ്പൊ നമ്മൾ നേരെ പോകണം. ആശുപത്രിയിലെത്തി മക്കള് പൗലോസേട്ടൻ ഡോക്ടർ പറഞ്ഞു ചേച്ചി പോയി, ബ്രെയിൻ ഡെത്തായി. പെട്ടെന്നാണ് കുടുംബത്തിന് ചിന്ത വന്നത് ഈ അവയവദാനത്തെ കുറിച്ച് ചിന്തയാണ്. മക്കളോട് പറഞ്ഞു പൗലോസേട്ടൻ, അമ്മയുടെ മക്കളോട് കൊടുക്കല, മക്കളെ കൊടുക്കുക. 2 മക്കളെ ആരോഗ്യം. ആ അമ്മയുടെ ഹൃദയം സിൻഡോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരാണ്. അതിന്റെ പ്രത്യേകത, അവരടുത്ത് ഒരു ഹാർട്ട് സംബന്ധമായ രോഗി, ആ രോഗിക്ക് വേണ്ടി ഈ കുമാരി സ്വന്തം പള്ളിയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എന്നോ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ചെറുപ്പക്കാരനാണ് ഈ കുമാരിയുടെ ഹൃദയം എടുത്തു വെച്ചത്. ഈസി ഹോസ്പിറ്റലിൽ വെച്ചത് 2 കിഡ്നികളും കരളും കണ്ണും ദാനം ചെയ്തു. ആ ബോഡി കൊണ്ടുവരുമ്പോൾ ഞാൻ ആ വീട്ടിലെത്തി. ഞാൻ പറഞ്ഞു, ഇതാണ് ബലിവസ്തു, ഇതാണ് ബലിവസ്തു.